ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. ഇന്ന് ഒരുപാട് ജോലിയുള്ളൊരു ദിവസമാണ്. കേരളത്തിൽ കറുത്തവാവ് ശനിയാഴ്ചയായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. പക്ഷേ നമുക്ക് തമിഴ്നാട്ടിൽ ഞായറാഴ്ചയാണ് കറുത്തവാവ്. ഒരു ദിവസം എല്ലാം താമസിച്ചാണ് ഇപ്പോൾ ഇവിടെ. ഒരു കഴിഞ്ഞ മാസം 32 ദിവസം ഉണ്ടായിരുന്നു മലയാള മാസം. അങ്ങനെയുള്ള വന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കിക്കോണം കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റ് വെയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. രാവിലെ ഒരു 7:30 എങ്ങാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. പുറകുവശത്ത് ടൈൽസിൽ വെയിൽ കണ്ടു അടിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം നമ്മൾ പിന്നെ ഫോണ് ടി വി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ജോലിയൊക്കെ തുടങ്ങിയത്. എല്ലാവരും നല്ല ഉറക്കം, ഞായറാഴ്ച എല്ലാം നല്ല ഉറക്കം. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ശരി വാഷിംഗ് മെഷീനിൽ തുണിയും കൂടി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ജോലി നോക്കിക്കോളും. നമ്മുടെ ജോലി തീരുമ്പോഴത്തേക്ക് പിന്നെ എടുത്ത് ഉണക്കാനിട്ടാൽ മതിയല്ലോ. യൂണിഫോം ഉണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇന്ന് കഴുകാനിട്ടത്. ഇല്ലെങ്കിൽ പിന്നെ നാളെ കഴുകത്തോളായിരുന്നു. അങ്ങനെ ഓരോ തുണിയായിട്ട് പറക്കി അങ്ങോട്ട് ഇടുവാണ്. വാഷിംഗ് മെഷീൻ ഷർട്ടിൻ്റെ പുറവശത്ത് എന്തുകൊണ്ട് ഒരു ചുമന്ന ഒരു കറ പോലെ പറ്റിയിട്ടുണ്ട്. അത് സോപ്പ് പൊടി ഒരു ശകലം അങ്ങോട്ട് നനച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിനകത്തിട്ടൊന്ന് കറക്കി തൊട്ട് തേച്ച് നോക്കിയതാ പോകുമോയെന്ന്. പക്ഷേ എന്തോന്നോ ഒരുമാതിരി പെയിൻറ്റ് പോലെ, പെയിൻറ്റിലെങ്ങാണ്ട് പോയി ചാരിയതാണെന്നാണ് തോന്നിയാൽ. അങ്ങനെ അത് പോയില്ല. ശരി, ആ സോപ്പ് പൊടിയും കൂടെ അതിനകത്തോട്ടങ്ങ് കലക്കി അങ്ങ് ഒഴിച്ചേക്കാം. ലിക്വിഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത് നോക്കട്ടെ. നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾ എൻ്റെ പുറകെ വാ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മൾ കറുത്തവാവാകുമ്പം ഇവിടെ അച്ഛൻ മരിച്ചിട്ട് 2ാമത്തെ വർഷം നടക്കുക. അപ്പോൾ അച്ഛന് തീർച്ചയായും നമ്മൾ ബലിയിടാൻ ചേട്ടൻ പോവും. പിന്നെ എല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ രാവിലെ വച്ച് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്ക് കത്തിച്ച് നമ്മൾ സ്വാമിയൊക്കെ കുമ്പിട്ടിട്ട് ആ ഭക്ഷണം കൊണ്ടുപോയി കാക്കയ്ക്ക് വയ്ക്കുക. ഇലയിലാണ് വയ്ക്കേണ്ടുന്ന. പിന്നെ ഇലയിൽ വെച്ചിട്ട് ഇത് കൊണ്ടുപോയി കാക്കയ്ക്ക് വെച്ച് കാക്ക കഴിക്കും. നമുക്ക് നമ്മുടെ റെഗുലർ കസ്റ്റമർ, അതുകൊണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് വന്നോളും. അവർ ചോറെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ അവസാനം നമ്മുടെ കുക്കിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബജ്ജി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. പപ്പടം പൊരിച്ച് വെച്ചിരുന്നെല്ലാം ബക്കറ്റിനകത്ത് എടുത്ത് വെച്ച് ഒതുങ്ങുന്നില്ല. ഒരു തട്ട് കൊടുത്തത് എല്ലാം ഞൊറുങ്ങി അങ്ങ് അകത്ത് വീണുപോയി. പപ്പടം ബക്കറ്റിനെ ഒതുക്കിയതാ. അപ്പോൾ എല്ലാം പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. ഞാൻ മാത്രമേ ഉള്ളൂ നല്ല കൊച്ച്. രാവിലെ എണ്ണീറ്റ് കുളിച്ച് തുണി കഴുകാനിട്ട് വീട് ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വീടൊക്കെ ഇന്നലെ തുടച്ച് ഇന്ന് വീട് രാവിലെ എണീറ്റ് തൂത്ത് വൃത്തിയായിട്ട് കുളിച്ചിട്ട് വന്ന് ആഹാരമൊക്കെ പാകം ചെയ്യുക. ഇനി വേറെ ഇല വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 5 ഇല 25 രൂപ. അങ്ങനെ ഇലയൊക്കെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇലയും പൂവും പഴമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം വീഡിയോ എടുത്ത്, പക്ഷേ പിന്നെ സ്വാമി മുമ്പിടുന്നത് അങ്ങനെ ഫോട്ടോ വെച്ച് അതൊന്നും എടുക്കാൻ മറന്നുപോയി. അന്നേരം ക്യാമറാമാൻ ആരും ഇല്ലാതായി. ഇപ്പോൾ ഇതെടുത്തൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനും ഞാനും മറന്നുപോയി. സാരമില്ല, നമുക്ക് അടുത്തതിനകത്ത് പരിഹരിക്കാം. അപ്പോൾ രാവിലെ തകൃതി പിടിച്ച് ജോലി നടന്നുകൊണ്ടിരിക്കുക. ബജ്ജിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടി വിയിൽ കുറച്ച് പാട്ടൊക്കെ ഇട്ട്, പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലേ, പാട്ടൊക്കെ ഇട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല, ഒറ്റയ്ക്കേ ഉള്ളെന്നൊരു ഫീലിങ്ങും ഇല്ല. പിന്നെ വേറെ അമ്മ പള്ളിയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ രാവിലെ വന്നില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളിത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നാത്തൂനൊക്കെ ഒരു പിടി ചോറ് ഇതൊന്ന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അവരെ ഇങ്ങോട്ട് വിളിച്ച് വേണം നമ്മൾ ആഹാരം കൊടുക്കാനുള്ളത്. അപ്പോൾ രാവിലെ അമ്മ അവിടെ കാണുമോ കാണത്തില്ലെന്ന് അറിയത്തില്ല. ശരി, എന്തുമല്ല നമ്മൾ ബോറടിക്കുമല്ലേ എന്നും പറഞ്ഞ് എല്ലാം എടുത്ത് പകർന്ന് വെച്ച് കൊണ്ടുപോയി. അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം അരട്ട അടിച്ചിട്ട് കഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ബജ്ജിയെല്ലാം റെഡിയായി കഴിഞ്ഞ് വടിച്ചൊഴിച്ച് ചെയ്ത് പാത്രം കൊണ്ട് ഇട്ട് കയ്യും കഴുകുകയായിരുന്നെങ്കിൽ ബജ്ജി പരിപാടിയും കഴിഞ്ഞ്. ഇനി വലിയൊരു ജോലി എന്തെന്ന് വെച്ചാൽ ഇനി 3 എണ്ണത്തിനെ എണ്ണീപ്പിക്കണം. അതുങ്ങൾ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് എന്തുപോലും 12 മണിയാവും. 12 മണിക്ക് മുന്നേ വേണം നമ്മൾ ഈ ചടങ്ങുകളെല്ലാം ചെയ്യാൻ കേട്ടോ. ഇവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് കണ്ടോ, ശോഭന അമ്മയുടെ പാട്ടൊക്കെ കേട്ടോണ്ട കണ്ണാടി കൂടും കൂട്ടി. നമുക്ക് മണി 10:25 ഇത് ഈ ക്യാമറ അതുപോലെ ബെഡ്റൂമിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ കിടത്തയൊന്നും ശരിയില്ല, അതുകൊണ്ടാണ് എല്ലാം റെഡിയാക്കി പകർന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും കുളിക്കാൻ പോയി, ഓരോന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ
ചെറിയ മെനു എന്തോ നോക്കാം. സാമ്പാറുണ്ട്, രസം വച്ചില്ല കേട്ടോ, തൈരുള്ളതുകൊണ്ട് രസം വച്ചില്ല. പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്, എല്ലാം കൂടെ ചെയ്യാൻ. തൈര് ഇന്നലെ ഉറൊഴിച്ച് വെച്ചതാ, തൈര് റെഡി, ചോറ്, ഇതിനകത്ത് എന്തോ ബജ്ജി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പായസം കുറച്ചേ വെച്ചുള്ളൂ, നമ്മൾ മധുരമായതുകൊണ്ട് കുറച്ച് സേമിയ പായസം വച്ച്. പിന്നെ വേറെ എന്നാ ഇതൊരു കൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പേരെന്നായിരുന്നു, അയ്യോ ദൈവമേ, ഇത് ഉരുളക്കിഴങ്ങ്, കൂട്ടിൻ്റെ പേരെന്തുമായിരുന്നു, ഇത് പരിപ്പ് ഉപ്പിടാതെ കടുക് വറക്കാതെ വെച്ചേക്കുന്ന പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൻ മെനു. കൂട്ടിൻ്റെ പേര് ഓർക്കുമ്പോൾ ഞാൻ ഒരു കമൻ്റ് ഇട്ടേക്കാം, സോറി ഫ്രണ്ട്സ്. ശരി, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മലയാളിയായ ഞാനത് മറന്നു പോകരുത്.